ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസിദാസ്. പ്രധാന വാർത്തകൾ. ബുറേവി ചുഴലിക്കാറ്റ് ഇന്ന് ഇന്ത്യൻ തീരത്തെത്തുമെന്ന് സൂചന. കേരള തമിഴ്നാട് തീരങ്ങളിൽ കർശന ജാഗ്രതാ നിർദ്ദേശം. ബുറേവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിനും തമിഴ്നാടിനും പിന്തുണ ഉറപ്പു നൽകി പ്രധാനമന്ത്രി. കർഷക പ്രതിനിധികളും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള 4ാംഘട്ട ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 94% കടന്നു. മരണനിരക്ക് 1.45%. കേരളത്തിൽ നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളത് 61,000-ലേറെ പേർ. ഇന്നലെ 5,924 പേർക്ക് രോഗമുക്തി. ഇന്ത്യ ഓസ്ട്രേലിയ ട്വന്റി പരമ്പരയ്ക്ക് നാളെ കാൻബറയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ബുറവി ചുഴലിക്കാറ്റ് ശ്രീലങ്കൻ തീരം കടന്നു. ചുഴലിക്കാറ്റ് മാന്നാർ കടലിടുക്ക് കടന്ന് തെക്കൻ തമിഴ്നാട് തീരത്ത് പ്രവേശിക്കും. 70 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കുന്ന ബുറേവി ഇന്ന് ഉച്ചയോടെ തമിഴ്നാട്ടിലെ പാമ്പൻ തീരത്തും വൈകിട്ടോടെ കന്യാകുമാരി തീരത്തും എത്തുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും തീരദേശ ജില്ലകളിൽ കനത്ത ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ശനിയാഴ്ച വരെ തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ റെഡ് അലർട്ടും കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളും അധികൃതരും അതീവ ജാഗ്രത പാലിക്കണം. അപകടാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടാൽ 1077 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. ബുറേവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരള, തമിഴ്നാട് മുഖ്യമന്ത്രിമാരുമായി ആശയവിനിമയം നടത്തി. കേന്ദ്രത്തിൽ നിന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും ഇരു സംസ്ഥാനങ്ങൾക്കും ഉറപ്പു നൽകിയതായും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ബുറേവി ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിനെ തുടർന്ന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകളിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകും. 5-ാം തീയതി വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. ചുഴലിക്കാറ്റ് സംബന്ധിച്ച് സംസ്ഥാനം സ്വീകരിച്ച നടപടികൾ പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കർഷക പ്രതിനിധികളും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള 4ാംഘട്ട ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. വിശദാംശങ്ങളുമായി ലിഖിത. കേന്ദ്രവും കർഷകരും തമ്മിലുള്ള 3ാംഘട്ട ചർച്ച ചൊവ്വാഴ്ച തീരുമാനമാകാതെ അവസാനിച്ചിരുന്നു. കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ, വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, വാണിജ്യ സഹമന്ത്രി സോം പ്രകാശ് എന്നിവരാണ് കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുത്തത്. കർഷക ക്ഷേമത്തിനായി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കാർഷിക വികസനത്തിന് മോദി സർക്കാർ എല്ലായ്പ്പോഴും മുൻഗണന നൽകുമെന്നും ശ്രീ നരേന്ദ്രസിംഗ് തോമർ യോഗത്തിൽ ഉറപ്പു നൽകി. പുതിയ കാർഷിക പരിഷ്കരണ നിയമങ്ങൾ കർഷക താൽപര്യത്തിന് അനുസരിച്ചുള്ളതാണെന്ന് അദ്ദേഹം ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ കർഷകരുടെ ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നിയമം കൊണ്ടുവരുന്നത്. ഈ നിയമങ്ങളോട് ഏതെങ്കിലും വിഭാഗത്തിന് എതിർപ്പുണ്ടെങ്കിൽ അവരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ്. ജനങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്നതിനാൽ കർഷകർ പ്രതിഷേധം അവസാനിപ്പിക്കണമെന്നും കേന്ദ്ര കൃഷിമന്ത്രി അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം 4.28 ലക്ഷമായി കുറഞ്ഞു. ആകെ രോഗബാധിതരിൽ 4.51% മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസം 36,604 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 43,062 പേർ രോഗമുക്തരായി. രോഗമുക്തി നിരക്ക് 94.03%. 501 പേരാണ് കഴിഞ്ഞ ദിവസം കോവിഡ് ബാധിച്ച് മരിച്ചത്. 1.45 ആണ് രാജ്യത്തെ കോവിഡ് മരണനിരക്ക്. കേരളത്തിൽ ആകെ കോവിഡ് മുക്തരുടെ എണ്ണം 5.5 ലക്ഷം കടന്നു. ഇന്നലെ മാത്രം 5,924 പേർ രോഗമുക്തി നേടി. 61,455 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇന്നലെ 6,316 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 5,539 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 11.08 ആണ് രോഗം സ്ഥിരീകരണ നിരക്ക്. 28 മരണവും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ ആകെ മരണം 2,298 ആയി. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6,48,00,000 കടന്നു. ഇതുവരെ 4,48,00,000 പേർ രോഗമുക്തി നേടി. 14,98,000 പേരാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത്. അമേരിക്കയിൽ ഇന്നലെ 2 ലക്ഷത്തോളം പേർക്ക് രോഗം ബാധിക്കുകയും 2,727 പേർ മരിക്കുകയും ചെയ്തു. കോവിഡ് വൈറസ് ബാധയ്ക്കെതിരായ പ്രതിരോധ മരുന്നിന് അനുമതി നൽകുന്ന ആദ്യ രാജ്യമായി ബ്രിട്ടൻ.
അമേരിക്കയിലെ ഫൈസർ കമ്പനിയും ജർമ്മനിയിലെ ബയോൺടെക്കും ചേർന്ന് വികസിപ്പിച്ച വാക്സിൻ അടുത്തയാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്ന് ആരോഗ്യവകുപ്പ് സെക്രട്ടറി മാറ്റ് ഹാൻകോക്ക് അറിയിച്ചു. ആരോഗ്യ സംരക്ഷണ പ്രവർത്തകർക്കും പരിചരണ കേന്ദ്രങ്ങളിൽ കഴിയുന്നവർക്കുമാണ് വാക്സിനേഷന് മുൻഗണന നൽകുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ബന്ധപ്പെടാം. ഭീകരതയ്ക്ക് നേരെ സഹിഷ്ണുത പാടില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സുരക്ഷാ ഏജൻസികൾക്ക് ദേശീയ സുരക്ഷാ സാഹചര്യങ്ങളിൽ ഏകോപന സമീപനം ഉണ്ടാവണമെന്നും ഇന്ത്യയെ വികസിതവും സുരക്ഷിതവുമായ രാഷ്ട്രമാക്കി മാറ്റുകയെന്ന ലക്ഷ്യം കൈവരിക്കണമെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. 55ാമത് ഡിജിപി ഐജി വാർഷിക യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി യോഗത്തിൽ പങ്കെടുക്കുകയും മുൻപത്തെ സമ്മേളനത്തിന്റെ പ്രവർത്തന തീരുമാനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. കോവിഡ് പകർച്ചവ്യാധിയുടെ സമയത്തുള്ള പോലീസിന്റെ പങ്ക്, സുരക്ഷാ മാനദണ്ഡങ്ങൾ നടപ്പാക്കൽ എന്നീ വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി. സായുധ സേന പതാകദിന നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ രാജ്യത്തെ ജനങ്ങൾ തയ്യാറാകണമെന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിൽ രാജ്യരക്ഷാമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഡിസംബർ 7-നാണ് സായുധ സേന പതാകദിനമായി ആചരിക്കുന്നത്. 2019-20 കാലയളവിൽ ജനങ്ങളിൽ നിന്നും 47 കോടി രൂപയാണ് സായുധ സേനാ നിധിയിലേക്ക് സംഭാവനയായി ലഭിച്ചതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സായുധ സേന പതാകദിന നിധിയിലേക്കുള്ള സംഭാവനകളെ ആദായനികുതി പരിധിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പ്രത്യേക വിജ്ഞാപനത്തിലൂടെ ഒഴിവാക്കിയിട്ടുണ്ട്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം റീജിയണൽ ഔട്ട് റീച്ച് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും 3 ദിവസത്തെ ഓൺലൈൻ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 11-ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് പി.കെ. അബ്ദുൽ കരീം നിർവഹിക്കും. പ്രമുഖ പരിശീലകൻ ബ്രഹ്മനായകം നയിക്കുന്ന പരിപാടിയിൽ അസോസിയേഷൻ ഓഫ് ഇന്റലക്ച്വലി ഡിസേബിൾഡ് ചെയർമാൻ ഫാദർ റോയ് മാത്യു വടക്കേൽ, ROB ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ നീതു സോന തുടങ്ങിയവർ പങ്കെടുക്കും. കോവിഡ് കാലത്ത് ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിപാലിക്കുന്നതിൽ രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും ബോധവൽക്കരണം നൽകുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അധ്യക്ഷതയിൽ വ്യാപാര ബോർഡ് യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. വീഡിയോ കോൺഫറൻസിംഗിലൂടെയായിരുന്നു യോഗം. പുതിയ വിദേശ വ്യാപാര നയത്തെക്കുറിച്ചും ആഭ്യന്തര ഉൽപ്പാദനവും കയറ്റുമതിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ചും യോഗത്തിൽ ചർച്ചയായി. സംസ്ഥാനങ്ങൾക്കൊപ്പം ചേർന്ന് ശക്തമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുക, പരിവർത്തന നേട്ടങ്ങൾ കൈവരിക്കുക എന്നിവയാണ് നമ്മുടെ ലക്ഷ്യങ്ങളെന്ന് ശ്രീ ഗോയൽ പറഞ്ഞു. മാതൃഭാഷയിൽ സാങ്കേതിക വിദ്യാഭ്യാസം നൽകുന്നതിന് രൂപരേഖ തയ്യാറാക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽ നിശാങ്ക് കാര്യനിർവഹണ സംഘം രൂപീകരിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘം 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി ഇതു സംബന്ധിച്ച തീരുമാനമെടുത്തത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2000 രൂപ നോട്ടിന്റെ വിതരണം നിർത്തിവച്ചതായി പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്ന് PIB ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. 2000 രൂപ നോട്ട് ലഭ്യമല്ലാത്തതിനാൽ ATM വഴി 100, 200, 500 രൂപ നോട്ടുകൾ മാത്രമേ പിൻവലിക്കാൻ സാധിക്കൂ എന്ന് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു. ഓസ്ട്രേലിയയ്ക്കെതിരായ ഏകദിന പരമ്പരയിലെ 3ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 13 റൺസ് ജയം. കാൻബറയിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 302 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ 49.3 ഓവറിൽ 289 റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആദ്യ 2 മത്സരങ്ങളും ജയിച്ച ഓസ്ട്രേലിയ പരമ്പര നേരത്തെ നേടിയിരുന്നു. ഇന്ത്യ ഓസ്ട്രേലിയ ട്വന്റി പരമ്പരയ്ക്ക് നാളെ കാൻബറയിൽ തുടക്കമാകും. ഓസ്ട്രേലിയൻ ടീമിനെ ആരോൺ ഫിഞ്ചും ഇന്ത്യൻ ടീമിനെ വിരാട് കോഹ്ലിയും നയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബുറവി ചുഴലിക്കാറ്റ് ഇന്ന് ഇന്ത്യൻ തീരത്തെത്തുമെന്ന് സൂചന. കേരള തമിഴ്നാട് തീരങ്ങളിൽ കർശന ജാഗ്രതാ നിർദ്ദേശം. ബുറവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിനും തമിഴ്നാടിനും പിന്തുണ ഉറപ്പു നൽകി പ്രധാനമന്ത്രി. കർഷക പ്രതിനിധികളും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള 4ാം ഘട്ട ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 94% കടന്നു. മരണനിരക്ക് 1.45%. കേരളത്തിൽ നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളത് 61,000-ലേറെ പേർ. ഇന്നലെ 5,924 പേർക്ക് രോഗമുക്തി. ഇന്ത്യ ഓസ്ട്രേലിയ ട്വന്റി പരമ്പരയ്ക്ക് നാളെ കാൻബറയിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndia Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വാർത്തകൾ ഇനി 10:15-ന്.